வணக்கம் மக்களே, வெல்கம் டு சேனல். நாஷினி பிரபாகர். இன்னைக்கு நம்ம கூட அக்கா சுவாதி பிரபாகர் ஜாயின் பண்ணியிருக்காங்க. வணக்கம். வணக்கம். ஓகேல, பார்ட் 1 பார்த்துருப்பீங்கன்னு நினைக்கிறேன். பார்க்காதவங்களுக்கு டிஸ்கிரிப்ஷன் லிங்க் கொடுத்துருங்க, போய் பாருங்க. இப்போ நம்ம பார்ட் 2க்குள்ள போயிடலாம். இந்த பில்டப் பவர் ஸ்டாப் பண்ணிக்கலாம். ஏய் பொத்திய டோர்ல போடுற வச்சி மிரர் வச்சிருக்காங்க பாரு. നീ എന്തിനാ കെട്ടിപ്പറക്കി പോണെന്ന് നിനക്ക് കഴിവുണ്ടെങ്കിൽ അവളെ ആരാ അവിടുന്ന് പറഞ്ഞു വിടേണ്ടത്? അതിനാണ് പ്രേമാണെന്ന് പറഞ്ഞ് എന്നെ നെഞ്ചത്തോട്ട് കയറിയെന്ന് ഞാനും തോന്നും. തിരിഞ്ഞ് അങ്ങോട്ട് ഐ ലവ് യു എന്ന്. അതിന് കുറെ പൊളിക്കും. പെണ്ണുങ്ങളെ പ്രേമിക്കണമെന്നുണ്ടെങ്കിൽ 500 മക്കൾ വേറെ എന്തൊക്കെ എനിക്കണം. അതിനൊക്കെ ഒരു സമയം എടുക്കൂലേ? മുഴുവൻ കണ്ടിട്ടില്ല. അത് ഞാൻ ദിവസവും കാണുന്നല്ലേ. പുതുതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? പോടാടും. എന്നോട് അവളെ പ്രേമിക്കാൻ പറയാൻ നീ ആര്? അവളുടെ മാമയോ? അയ്യോ, പ്രേമിക്കണമെന്ന് ആര് പറഞ്ഞു? പ്രേമിക്കരുത്, പ്രേമിക്കരുത്. നിന്നെ കൊന്നാലും നീ പ്രേമിക്കരുത്. പിന്നെ പ്രേമിക്കുന്നത് പോലെ അഭിനയിക്കണം. ആനപ്പാറക്കാരെ മുട്ടുകുത്തിക്കാൻ നിനക്ക് ആനപ്പാറക്കാരെ മുട്ടുകുത്തിക്കണോ വേണ്ടേ? എങ്ങനെ 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 രാമഭദ്ര, ഇതിപ്പോ അവളായിട്ട് നിന്നെ തേടി വന്നിരിക്കുകയാണ്. അവളെ വെച്ച് ആ കുടുംബം തകർക്കാനുള്ള അവസരം നീ കളഞ്ഞു കുളിക്കരുത്. ആദ്യം നീ അവളെ വളച്ചെടുക്കണം. വളച്ച് 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 നീ നോക്കിക്കോ, ആനപ്പാറയിലെ അച്ചമ്മയും കൊമ്പന്മാരും നിന്റെ മുന്നിൽ വന്ന് മുട്ടുകുത്തി കരയും. നിന്റെ വീട്ടിൽ നിനക്കുണ്ടാകാൻ പോകുന്ന സ്ഥാനം നോക്കിയടാ. ഏയ് അതിപ്പോ ശരിയായിക്കോളും. അതല്ലേ അവിടെ കുഴപ്പമാവുന്നു. കുഴപ്പമാവും. കുഴപ്പമുണ്ടോ? കുഴപ്പമാവണം. വേഗം ഐ ലവ് യു എന്ന് പറഞ്ഞിട്ട് പോരെ. ഇല്ല, ഈ തുടക്കം അങ്ങനെ എനിക്ക് ഉറങ്ങ. ഇന്നലെ രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. അങ്ങനെ കൂടെ പറ. ഇന്നലെ രാത്രി അയ്യേച്ചേ, ഇന്നലെ രാത്രി ഓക്കെ. മാലു, എക്സ്ക്യൂസ് മീ, ഒരു മിനിറ്റ് ഒന്നിങ്ങി വന്നേ. അതുക്കുള്ളേ അവർക്കോട്ടടിച്ച് എന്താ എന്തിനെ വിളിച്ചേ? ഇന്നലെ രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. എനിക്കും അറിയാം. മാലുവിന് ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടാവില്ലെന്ന് എനിക്കറിയാം. അതിന്റെ കാരണക്കാരൻ ഞാനാണെന്നും അറിയാം. അയ്യേ, രാമഭദ്രനൊന്നും അല്ല, ഭയങ്കര മുറിയില്. അതാ ഈ സെൻസ് ഓഫ് ഹ്യൂമർ, ഈ തന്റെ ഇടം, ഈ സ്മാർട്ട്നെസ്, അതാണ് എനിക്ക് ഇഷ്ടമായത്. മാലു വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാനൊരു സത്യം പറയാം. ഇത്രയും സുന്ദരിയായ ഒരു പെൺകുട്ടി എന്റെ മുഖത്ത് നോക്കി എന്നെ ഇഷ്ടമാണെന്ന് പറയുന്നത് ആദ്യമായിട്ടാണ്. അത് വല്ലാതെ സ്പർശിച്ചു. അതുകൊണ്ട് തിരിച്ചും അങ്ങോട്ട് ഇത് പറയാൻ വേണ്ടിയാണ് ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. എനിക്കും ഇഷ്ടമാണ്. ഐ ലവ് യു. അങ്ങനെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോയാലോ? എനിക്കൊരു വിശ്വാസമൊക്കെ വരണ്ടേ. ആത്മാർത്ഥമായിട്ടാണോ ഈ പറയണത്? അതെ, ഉള്ളിന്റെ ഉള്ളിന്ന് സത്യം ചെയ്തു തരാമോ? അതിനെന്താ? മരിച്ചുപോയ നിങ്ങളുടെ അമ്മയെ കൊണ്ട് സത്യം ചെയ്തു തരണം. ഞാൻ വിളിച്ചാൽ അച്ഛനെയും ഏട്ടന്മാരെയും വീടും ഒക്കെ ഉപേക്ഷിച്ച് എന്നോടൊപ്പം ഇറങ്ങി പോരാന്ന്. മതി, വരട്ടെ. എന്താടാ പോരടാ, എന്താ കാര്യം? എടാ അവൾ എന്താ പറഞ്ഞത്? അവൾ എന്നെ കൊലക്ക് കൊടുക്കൂടാ. ഞാൻ അവൾക്ക് സത്യം ചെയ്ത് കൊടുക്കണമെന്ന്. അതും മരിച്ചുപോയ എന്റെ അമ്മയെ പിടിച്ച്. ഒന്ന് സത്യം ചെയ്ത് കൊടുത്തെന്ന് വെച്ച് മരിച്ചുപോയ നിന്റെ അമ്മയ്ക്ക് ഇനി എന്തോന്ന് സംഭവിക്കാൻ? അമ്മയ്ക്ക് എടാ, ഇത് അവളൊരു പാറ ഇറക്കിയതല്ലേ, നീയും അതേ പാറ എന്നെ എടുത്ത് അങ്ങോട്ടും പ്രയോഗിക്ക്. അവളോട് വാക്ക് പറഞ്ഞാൽ വാക്കായിരിക്കൂടാ. അത് തന്നെ ഞാനും പറയുന്നത്. വാക്ക് പറഞ്ഞാൽ വാക്കായി തന്നെ ഇരിക്കണം. പ്രവർത്തിച്ച് വാക്കിനെ ഒരിക്കലും നശിപ്പിക്കരുത്. മനസ്സിലായോ? ചെല്ല്, അങ്ങോട്ട് ചെല്ല. മാലു, എക്സ്ക്യൂസ് മീ. ஐயோ, அந்த காஃபி குடிக்க விட மாட்டேங்களே. உன்னைக்கு வந்தே. എന്താ ഇത്ര വേഗം ആലോചിച്ചോ? അല്ല, നല്ലോണം ആലോചിച്ചിട്ടാണോ? ആലോചിച്ചു, തീരുമാനം എടുക്കുകയും ചെയ്തു. പക്ഷേ മാലു എനിക്ക് സത്യം ചെയ്തു തരണം. മാലുവിന്റെ മരിച്ചുപോയ അമ്മയെ കൊണ്ട്. അതിനെന്താ? ആ കൈ ഇങ്ങോട്ടും നീട്ടിക്കേ. എന്തിനാ? സത്യം ചെയ്യാൻ. ദേഹത്തോട്ടുള്ള സത്യം ഒന്നും വേണ്ട. മാലു പറഞ്ഞാ മതി, എനിക്ക് വിശ്വാസം തന്നെ. അയ്യേ, ഇങ്ങോട്ടും നീട്ടിയേ. വേർക്കണേ. ആര് വീർത്തു? എളുപ്പം സത്യം ചെയ്, സത്യം ചെയ്. ശരി, മരിച്ചുപോയ എന്റെ അമ്മയാണ് സത്യം. ഈ നിമിഷം മുതൽ ഞാൻ രാമഭദ്രന്റെ. രാമഭദ്രം എന്ന് വിളിച്ചാ എല്ലാം ഉപേക്ഷിച്ച് ഞാൻ ഇറങ്ങി വരും. இது உண்மையாக போகுது. ஓகே, கவுண்டர் சத்தியம் பண்ணுங்கடா. உண்மையே பண்றேன்னு நினைக்கிறேன். தலைவர் சக்சஸ்ஃபுல்லா மாமா வேலை பார்த்தாச்சு. டால்கம் போடுறோம். டால்கம் சாண்டலா அதான் சூடு உண்டோன்னு கேக்குறாங்க. அப்படின்னா ஹீட் சூடுனா ഞാൻ ഇറങ്ങിക്കോളാം. சோலி முடிஞ்சது. இப்போ இவங்க பாட்டி திட்டுவாங்க, மண்டா എന്താണ്ടാ പ്ലാന് കമ്പനിറാണ്. ഇവங்களுக்குலாம் தெரியாது தானே. ഇളയച്ചൻ വന്നിട്ട് അധിക നേരമായോ? ഇളയച്ചൻ ഞങ്ങൾ തമ്മിൽ ഒന്നുമില്ല. അതൊക്കെ പിന്നെ പറയാം. ആദ്യം അകത്തുകൊണ്ട് വെക്ക്. ഇല്ല,
ഇളയച്ചൻ വന്നേ. എന്താ സത്യം ഇളയച്ചൻ അറിയണം. പിന്നെ പറഞ്ഞാൽ ഇന്ന് പറഞ്ഞില്ലേ, ഇതുകൊണ്ട് വെച്ചിട്ട് വാ, എന്നിട്ട് സംസാരിക്കാം. എന്നാ പറയും? എന്താ നിന്റെ ഉദ്ദേശം? അഞ്ഞൂറാന്റെ മക്കൾക്ക് അങ്ങനെ പല ഉദ്ദേശങ്ങളും ഉണ്ടാവും. അതൊന്നും കണ്ട തെണ്ടികളെടുത്ത് പറയേണ്ട കാര്യമില്ല. നീ അവളോട് ആത്മാർത്ഥമായിട്ടാണ് അടുക്കുന്നെങ്കിൽ നിങ്ങളെ തടയാൻ വരുന്നവരുടെ കൈവെട്ടാൻ ഞാനുണ്ടാവും. അതല്ല കുടുംബ വൈരാഗ്യം വെച്ച് പകരം തീർക്കാനാണ് ഉദ്ദേശമെങ്കിൽ നിന്റെ നെഞ്ചത്ത് ആദ്യത്തെ വെട്ടുവെട്ടുന്ന ഞാനായിരിക്കും. மனுஷனா இருக்காருப்பா. അത് തന്നെയാണ് എന്റെ ഉദ്ദേശം. ചോള ഉണ്ടെങ്കിൽ വെട്ടണം. அவர் எவ்வளவு ஆக்சுவலி நான் சித்திக்கு தப்பா நினைச்சிட்டேன். அவர் எவ்வளவு டீசென்ட்டா இன்டென்ஸ் பியூரா லவ் பண்ணி கிளம்பி நினைக்கிறேன். அப்ப நீங்க ஃபர்ஸ்ட் உங்க தங்கச்சி உங்க மம்மி அடிக்கணும். அவ்வளவு ஃபைட் இருந்தும் கல்யாணம் பண்ணிக்கிறேன்னு எவ்வளவு பெரிய மனுஷனா இருப்பாரு. അഞ്ഞൂറാമാരും ആനപ്പാറക്കാരും തമ്മിലുള്ള പ്രശ്നമാണ്. ആരെങ്കിലും ഒരുത്തം വീഴുമ്പോ വന്നാ മതി ശവമെടുക്കാൻ. தப்பு பண்ணிட்டீங்க முகேஷ். ஜெகதீஷ் ஆக்சுவலி ரெண்டு பேத்துக்கும் பிரிட்ஜா இருக்காரு மாதிரி இருக்கு. அவர் ஆக்சுவலி நியூட்ரல் பார்ட்டி இல்ல அந்நியரும் கேங் கூட சுத்துறாரு. பட் ஸ்டில் ராமஞ்சேரி பேர் சொல்லிட்டு யாரு கூட போறாரு? അന്യറാങ്ങിങ്ങ മാലു. വെൽ പ്ലേഡ്. മാലുവിന്റെ ഇളയച്ചനും രാമോദരനും കൂടെ അടിയായി. വേഗം ചെന്നിട്ടില്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ ചാവും ഉറപ്പാ. രാമോദര അതിൽ ചത്തുപോയതിന്റെ തന്തയോട് വരാൻ പറയണം. മതിയുടെ രാമോദര. Now I feel bad for Siddiq. എന്റെ കൈ കൊണ്ട് ചാവുണ്ടെങ്കിൽ അവനെ വിളിച്ചോണ്ട് പോ. ഇളയച്ചൻ എന്തായി കാണിച്ചത്? ഞാൻ പറഞ്ഞതല്ലേ എനിക്ക് അയാളുമായിട്ട് ഒന്നുമില്ലാന്ന്. പിന്നെ അയാളോട് വടക്കിന് പോയ എന്തിനാ? ഇളയച്ചന് തോന്നുന്നുണ്ട് ഇളയച്ച ഞാൻ അയാളെ പ്രേമിക്കുന്നോ സ്നേഹിക്കുന്നോ ഒക്കെ അത്രയ്ക്ക് വിട്ടിയാണോ ഞാൻ? അപ്പൊ ഞാൻ കണ്ടതോ? ചോദിച്ച കേട്ടില്ലേ ഞാൻ കണ്ടത്? പിന്നെ എന്തായിരുന്നു? അത് ഒന്നും ഉണ്ടായിട്ടല്ല, അച്ചമ്മ പറഞ്ഞിട്ടാ. അഞ്ഞൂറാനി മക്കളെയും തമ്മി തല്ലിക്കാൻ. എന്റെ ദൈവമേ, എടി നിന്റെ അച്ചമ്മക്ക് ഭ്രാന്താണ്. ആ ഭ്രാന്ത് കേട്ടിട്ട് നീ എടി 500 മക്കൾ ആരാണ് നിന്റെ വിചാരം? അവന്മാരെങ്ങനെ ഈ വിവരം അറിഞ്ഞാലുണ്ടല്ലോ നിന്നെ വെച്ചേക്കൂല, അവനെ വെച്ചേക്കൂല, രണ്ടിനെ കൊന്ന് കുഴിച്ചു മൂടുവര്. ഇനിയിപ്പൊ നിന്നെ കൊണ്ട് പ്രതികാരം ചെയ്യിക്കാഞ്ഞിട്ടാണ് നിന്റെ അച്ചമ്മക്ക്. എടി നിനക്കറിയാവോ, ഇപ്പൊ പ്രതികാരം ചെയ്യാൻ നടക്കുന്ന നീ പോലും ആ വീട്ടിൽ ജനിക്കേണ്ട പെണ്ണായിരുന്നു. 500ന്റെ മൂത്ത മകൻ ബാലരാമന്റെ കല്യാണ പെണ്ണായിരുന്നു നിന്റെ അമ്മ. അന്ന് ആ കല്യാണം മുടക്കാൻ നിന്റെ അച്ചമ്മ ചെയ്ത എന്താണെന്നറിയാവോ? മുഹൂർത്തത്തിന് തൊട്ട് മുമ്പ് കല്യാണ പെണ്ണായിരുന്നു നിന്റെ അമ്മയെ പന്തലിൽ നിന്ന് പിടിച്ചിറക്കി കൊണ്ടുവന്ന് നിന്റെ അച്ഛനെ കൊണ്ട് ഈ അച്ചമ്മ താലി കെട്ടിച്ചു. അതിലും വലിയ ദ്രോഹമൊന്നും ഈ 500 നിന്നോട് ഇപ്പൊ ചെയ്തിട്ടില്ലല്ലോ. ലഹളയില് 500ന്റെ ഭാര്യ നഷ്ടപ്പെട്ടപ്പോ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട ഞങ്ങളുടെ അച്ഛനാ. പെരുവഴി കിടന്ന 500ന്റെ ഭാര്യയുടെ ജീവൻ പെടഞ്ഞു പെടഞ്ഞ് അടങ്ങുമ്പോ ഞങ്ങളുടെ അച്ഛനെ തുണ്ടാക്കായിരുന്നു 500. അന്ന് അവസാനിച്ചതൊക്കെ ഇനി ആവർത്തിക്കണം. ഇനി നിനക്ക് വേണ്ടിയും അവിടെ ഇവിടെ ബാക്കിയുള്ളവരും കൂടെ വെട്ടിച്ചാകണോ? പറ, എന്താ നിന്റെ ഉദ്ദേശം എന്ന് പറ. ഇല്ല ഇളയച്ച, ഞാനിനി ഒന്നിനുമില്ല. പക്ഷെ ഇളയച്ചൻ പോയി വീട്ടിൽ പറഞ്ഞ് ബഹളത്തിന് നിൽക്കരുത്. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ പറഞ്ഞിട്ടെന്താ കാര്യം? എല്ലാരും കൂടെ നിന്നെ എടുത്തിട്ട് തല്ലും, എന്നിട്ട് പഠിപ്പ് അവസാനിപ്പിച്ച് വീട്ടിലിരുത്തും. പക്ഷെ അവന്റെ വീട്ടിൽ അറിഞ്ഞ ഇതായിരിക്കില്ല സ്ഥിതി. അവന്മാരെല്ലാരും കൂടി ഇങ്ങോട്ട് വരും. പിടിച്ചോണ്ടി എല്ലാം പറഞ്ഞ കൊന്നോണ്ടിയെല്ലാം അവന്റെ ചേട്ടന്മാര്. பாட்டி பண்ண வேலைப்பா. சித்திக்கு ஒண்ணுமே பண்ணல பாவம். அவர் பிடிச்சு பண்ண போறாங்க இப்போ. രാമോദര, നിന്റെ ചേട്ടന്മാര് വരുന്നുണ്ട്. ആ, നീ തല്ലുണ്ടാക്കിയവരാരെ അറിഞ്ഞു. പോയി ഒളിച്ചോ, എവിടെയെങ്കിലും പോയി ഒളിച്ചോ വേഗം. എന്റെ ദൈവമേ, இவர் யாரா அவரு? ഞാനിവിടെ ഉണ്ടെന്ന് നീ പറഞ്ഞോ? ഇല്ല, പറയണോ? വേണ്ട, ഞാനിവിടെ ഇല്ലെന്ന് നീ എന്ന് പറ. ശരിയാവില്ല, നീ ഒന്ന് ഒതുങ്ങിയ. നീ ഇതെങ്ങോട്ട് കയറുവാ? ഞാനിവിടെ ഇല്ലെന്ന് നീ ഒന്ന് പറ. ചെല്ല്. ഞാനില്ല. തല്ലിനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവരെ തല്ലണോരാ നിന്റെ ചേട്ടന്മാര്. നീ എന്നെ പറഞ്ഞാ മതി. ഇവിടെ നിന്നോടല്ലേ പോയോ? அடிக்கிறவங்க கிடைக்கலன்னா கிடைக்கிறவங்களை அடிப்பா. ஏன்னா அவன் கூட சேர்ந்து பாவத்துக்கு. വാടനാളെ അടിപെട്ടാ. ആരാ ഞങ്ങളുടെ പൊന്നനീനെ തല്ലിയത്? അത്ര ചങ്കുറ്റുള്ളവന്മാരുണ്ടെങ്കിൽ വാടാ. 500 മക്കൾ ആരാണെന്ന് കാണിച്ചു തരാം. വാടാ, ഇറങ്ങി വാടാ. നീർക്കോഴിനാ തിന്നാரு. ഒരു കയ്യല്ല, 2 കൈ നോക്കാം. ആരാ ഞങ്ങൾ രാമഭദ്രൻ തല്ലിയത്? മാട്ടിപ്പിക്കുന്ന രാജാ. ഇറങ്ങി വാടാ. ദേ പോണവൻ രാമഭദ്രൻ തല്ലിയവൻ. പിടിച്ചോ.
மாத்திட்டாங்க. காப்பாத்துறதுதான்பா அவரு. SFI. മതിലൂടെ കൊണ്ട് കെട്ടിയ പണ്ട ഇവിടം വരെ വന്നു. அவர் பேசுறதே காமெடியா இருக்குல்ல. யார் ഇവിടെ ഈ മതിൽ കൊണ്ട് കെട്ടിയ പണ്ടാരം? കോളേജ് പിള്ളേരെ ഓടിച്ചിട്ടാ കിട്ടാൻ ബുദ്ധിമുട്ടാ ചേട്ടാ. എനിക്ക് അനുഭവം ഉണ്ടെന്നേ. കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് പെരുമാറായിരുന്നു. വാടാ വാടാ. അല്ലാ രക്ഷിക്കണേ. ദേ പോണവൻ പിടിച്ചോടാ പ്രേമ. இதே கத்திட்டே வர்றாரு காப்பாத்துறதுக்கு அவர். ஐயோ, மாட்டிக்கிட்டாரு. சொல்லி முடிஞ்சு. இவங்களுக்கு தெரியாதா அவன் ஃப்ரெண்டுன்னு? தெரியுதா? കാര്യം അറിയണല്ലേ? കാര്യം നീ അവനെ തല്ലുവല്ലേ? ഞാനല്ല പിന്നെ രണ്ടപ്പൻ വെണ്ടിപ്പോறது കൊന്നാളെ ഞാൻ. ஐயோ, பேசாத கொண்டுறேன்றது. അനിയനെ തല്ലല്ലടാ. പിടിച്ചല്ലോ പിടിച്ചിട്ടുണ്ട്. അടിക്കട പ്രേമ. ഉന്നെ നോക്കി അടിക്കട പ്രേമ. നിന്നെ അവനെ ഒന്നും ചെയ്യല്ലേ. അവനല്ല തല്ലിയത്. അവനൊന്നും ചെയ്യല്ലേ. എന്നെ ഒന്നും ചെയ്യല്ലേ. ഇവനല്ലെങ്കിൽ പിന്നെ ഇവനെന്തിനാ ഓടിയത്? അത് തന്നെ ഞാൻ ചോദിക്കുന്നത്. നീ എന്തിനാണ് ഓടിയത്? അള്ളാനെ പേടിച്ചിട്ടാടാ. അള്ളാനെ പേടിച്ചിട്ടാണെങ്കിൽ എന്തിനാണ് ഞങ്ങളെ കണ്ടു ഓടിയത്? ഇവൻ അല്ലെങ്കിൽ പിന്നെ ആരാ നിന്നെ തല്ലിയത്? എടാ ചോദിച്ച കേട്ടില്ലേ ആരാ നിന്നെ തല്ലിയെന്ന്? എന്നെ ആരും തല്ലിയില്ല. ഞാനാ തല്ലിയത്. ആരെ പറയടാ, ആരുമായിട്ട് തല്ലുണ്ടാക്കിയത്? പറഞ്ഞ നിങ്ങൾ പോയി പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. ആനപ്പാറയിലെ ലവനില്ലേ, വീരഭദ്രൻ, അവനുമായിട്ടായിരുന്നു. எதுக்குன்னு சொல்லவே இல்ல. பண்ண இவருக்கு கட்டி விடுங்கள. വാടാ വലിയേട്ടൻ, ഞാൻ പറയുന്നു കേൾക്ക്. അവൻ എന്നെ ഒന്നും ചെയ്തിട്ടില്ല. ഞാനാണ് അവനെ തല്ലിയത്. മുമ്പിൽ മാറാ. കൊച്ചേട്ടാ ഓടാടുന്നു. സമിത പ്ലീസ് ഓടെ ചെക്ക അവിടുന്ന്. എങ്കിൽ എന്നെ കൊന്നിട്ട് പോകും. ആനപ്പാറയിൽ ഒരു പീറയോട് ജയിക്കാൻ പറ്റാഞ്ഞിട്ട് രാമഭദ്രൻ അവന്റെ ചേട്ടന്മാരെ വിളിച്ചോണ്ടെന്ന് ആരും പറഞ്ഞ അതിനും ഭേദം എന്നെ കൊല്ലുന്ന. എമോഷണൽ ബ്ലാക്ക്മെയിൽ പറ്റാര്. സത്യമായിട്ടും അതെ. അവൻ എന്നെ തൊട്ടിട്ട് പോലുമില്ല. ദേവി നിങ്ങൾ അവിടെ ചെന്ന് ബേളം ഉണ്ടാക്കരുത്. സത്യമാണല്ലോ നീ പറയുന്നത്? അതേ വലിയേട്ടാ. എന്നാ അവന്മാരാരെങ്കിലും ഇനി ചോദിക്കാൻ വന്നാ ഒന്നും നോക്കണ്ട, കുത്തി കുടല് പുറത്തിട്ട് ബാക്കി നമുക്ക് നോക്കാടാ. നിന്നല്ലടാ അവനെ. മായം കിട്ടി. എന്താ നീ എന്തിനാ പഠിക്കണേ? ഫൈനൽ ഇയർ LLBക്ക്. അതല്ല ചോദിച്ചത്, നീ എന്തിനാ പഠിക്കണേന്ന്. നീ ഒന്നും പഠിച്ചിട്ട് ഒരു കാര്യമില്ല, വെറുതെ കോളേജിന്റെ പേര് കളയാനായിട്ട്. അയ്യേ சாரிக்கு பறன்னு நினைக்கிறேன் அவரு. கேட்டா நல்லா இருக்கும். ഇന്ന് നിന്റെ കൈ 500 ചെക്കന്റെ നേരെ പൊങ്ങിന്ന് കേട്ടു. തൽക്കാലം വിട്ടിരിക്കുന്നു. ഇനി ആവർത്തിച്ചാൽ കൊത്തി നുറുക്കി കുഴിച്ചു മൂടി ഞാൻ. കേട്ടടാ പാട്ടി. எனக்கு இந்த கேரக்டர்லயே நார்மலான மனுஷனே வர சிரிக்கிதான் தெரியுறாரு. மத்த எல்லாம் ஃபுல்லா வெஞ்சன்ஸா இருக்காங்க. குட் மேன், குட் மேன். லவ் கண்டினியூஸ். வேற வழி இல்லையே, உள்ள போயாச்சு, வெளில வர முடியாது. എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും പറയാത്തത്? ഇനി ഇളയച്ചനുമായിട്ട് അടിവെച്ചാണോ? എങ്കിൽ അത് എന്റെ കുഴപ്പം കൊണ്ടല്ല. മാലുവിനെ കാണരുതെന്നും സ്നേഹിക്കരുതെന്നും ഒക്കെ എന്നോട് വന്ന് പറയാൻ അവനാരാ? ഇനി അവനല്ല, ഏത് കൊലവമ്പം എന്ന് പറഞ്ഞാലും ശരി, ഞാൻ ഈ പ്രേമത്തിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമില്ല. രാമഭദ്ര, சொல்ல போறது நான் தான். വിചാരിക്കുന്ന പോലെ എനിക്ക് രാമഭദ്രനോട് പ്രേമൊന്നുമില്ല. உண்மை சொல்லிட்டான். குட் கேர்ள். രാമഭദ്രൻ എന്നോട് ക്ഷമിക്കണം. ഞാൻ ഇത്രയും നാൾ പറഞ്ഞതൊക്കെ നുണയാ. നുണയാ? എന്റെ ഈ പ്രേമവും സ്നേഹവും ഒക്കെ വെറും കള്ളത്തരമാ. ഞാൻ രാമഭദ്രനെ ചതിക്കായിരുന്നു. എല്ലാം എന്റെ അച്ഛമ്മ പറഞ്ഞിട്ടാ. പക്ഷെ ഇപ്പോ നമ്മുടെ വീട്ടുകാർ തമ്മിലുള്ള ശത്രുതയുടെ ആഴം പരപ്പും ഒക്കെ മനസ്സിലാക്കിയപ്പോ മതിയാക്കുക. എന്റെ ഈ പ്രതികാരവും പകരം വീട്ടിലും ഒക്കെ ഞാൻ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുക. அப்ப அவங்கள்ட்ட போய் மாட்டுறதுக்கு இவர்கிட்ட மாட்டலாம். கரெக்ட் தான். അതുകൊണ്ട് കഴിഞ്ഞതൊക്കെ രാമഭദ്രൻ മറക്കണം. വരട്ടെ. அப்பா ഫെയർ എനഫ്. അറ്റ്ലീസ്റ്റ് ഡീസന്റ് ആവ சொல்றானല്ല. സെക്കൻഡ് ഡീസന്റ്. ഒന്ന് നിന്നേ. അങ്ങനെ അങ്ങോട്ട് പോയാലോ? എനിക്ക് പറയാനുള്ളത് കൂടി കേട്ടിട്ട് പോ. നീ Not എന്താ necessary, brother. നിന്നെ ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രേമിക്കുന്നെന്നോ? അയ്യടാ, പ്രേമിക്കാൻ ഇവർക്ക് ഈഗോ. ഈഗോ എന്റെ ക്ലോസ് ഫ്രണ്ട് മായൻകുട്ടി പറഞ്ഞ ഐഡിയ നിന്നെ വെച്ച് നിന്റെ കുടുംബത്തെ തകർക്കാവുന്നു. അതിനുവേണ്ടിയാ ഞാൻ അടുത്തത്. അല്ലാണ്ട് നിന്നെ കെട്ടിയെടുത്ത് എന്റെ കുടുംബത്ത് കൊണ്ടുപോയി വാഴിക്കാമെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല. മനസ്സിലായോ? ഇപ്പൊ നീയായിട്ടല്ല അവസാനിപ്പിച്ച സ്ഥിതിക്ക് ഞാനുമല്ല അവസാനിപ്പിച്ചേ. ഈഗോ. നീ എന്താ പറഞ്ഞത്? നിന്നെ മറക്കണം. ഇനി നിന്നെ ഓർത്തിട്ട് വേണ്ടേ മറക്കാൻ. ഞാൻ നിന്നെ വെറുക്കുന്നു. ഇപ്പൊ പറഞ്ഞതിലും 1000 മടങ്ങ്, 1000 മടങ്ങ്. ഗുഡ് ബൈ. சாரி ப்ரோ, அவசரப்பட்ட டைலாக் அடிச்சிட்டீங்க. பட் ஆக்சுவலி இது ரிவர்ஸ் ஒர்க் ஆகும். எவ்வளவு பெரிய காண்டு உங்களுக்கு. லைட் வேற போட்டு போட்டு கட்டுறாங்க. மலையாள ஹீரோயின்ஸ் எல்லாத்தையுமே கண்ணு பெருசா. கரெக்ட் தான். எனக்கு மட்டும் கண்ணு சின்னதா இருக்கும். கண்ணு பெருசானா நானும் மலையாள ஹீரோயின் ஆயிடுவேன்.
மாயங்குட்டி என்ன தூங்க விடாம மட்டும் நீ தூங்குறியா? சிவனேன்னு இவரு மீதி சிவனேன்னு முண்டு கூட போடாம தூங்கிட்டு இருந்தாரு அவரு. അതേതാണ്ടാ എന്താണ് ഇത് മനുഷ്യനെ ഏയ് എൻകിட்ட ഇത് மாதிரி ഒരു പച്ച കളർ ടീഷർട്ട് ഇருக்கு. ഉറങ്ങാൻ സമ്മതിക്കില്ലേ ഉം. അങ്ങുന്നോ ബാക്കിയുള്ളവരെ ഉറക്കം കളഞ്ഞിട്ട് നീ കിടന്നുറങ്ങുന്നു ഇതെന്ത് പാടെ ഞാനാണ് നിന്റെ ഉറക്കം കളഞ്ഞത് നീയല്ലേ എല്ലാം പറഞ്ഞത് വെറുതെ നടന്നിരുന്ന എന്റെ മനസ്സിൽ തീ കോരിയിട്ടിട്ട് അവന്റെ ഒടുക്കത്തെ കൂർക്കമ്പനി അതിന് നീ എന്നെ അവളോട് പറഞ്ഞില്ല നിനക്ക് അവളോട് പ്രേമൊന്നും ഇല്ലെന്ന് പിന്നെന്താ അങ്ങനെ ഇങ്ങോട്ട് പറഞ്ഞെന്ന് വെച്ച് എനിക്കതിന് പറ്റണ്ടേ അവളെന്റെ മനസ്സിൽ പോകണ്ടേ சொல்லி முடிஞ்சு കുഴപ്പമായി എന്നാ തോന്നുന്നത് குழப்பம். அப்படிதான் நினைக்கிறேன். இப்ப இவங்களுக்குள்ளே ட்ரஸ்ட் இஷ்யூ இருக்குமே, திரும்பி பேசினாலும் ட்ரஸ்ட் இஷ்யூ இருக்குமே. Enemies to lovers, it is what it is. It will take a lot of time to convince. എന്താണ് അഭിഷേക പുറകെ ഒന്ന് പേടിപ്പിക്കുന്നത് പേടിപ്പിച്ച ഞാനാണ് നീയല്ലേ ഞാൻ നിന്നെ സമാധാനിപ്പിക്കാൻ വന്നല്ലേ സമാധാനിപ്പിക്കുന്നു ഇതിനാണോ സമാധാനിപ്പിക്കുന്നത് ചെറുമാരെ കുറിച്ച് ഓർത്ത് പേടിച്ചിരിക്കായിരുന്നു അപ്പോഴാണ് അയാൾ പുറകെ വന്ന ഒരു സമാധാനിപ്പീര് ഛേ எப்படி இருந்த மனுஷன. ഇനിയിപ്പൊ പേടിച്ചിട്ട് എന്താടാ കാര്യം നിനക്ക് ശരിക്കും പ്രേമം വന്നെങ്കിൽ നീ അങ്ങോട്ട് പ്രേമിക്കണം ആരൊക്കെ എതിർത്താലും അവളെ കെട്ടണം അങ്ങനെ അങ്ങ് തീരുമാനിക്കാൻ പറ്റും എനിക്ക് ഇനിയും പലതും ആലോചിക്കാനുണ്ട് എന്നാ ഒരു കാര്യം ചെയ്യ് ഇന്ന് രാത്രി മുഴുവൻ നീ ഇവിടെ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുക ഞാൻ ഇങ്ങനെ ഇവിടെ കിടന്ന് ആലോചിക്കാം ഓക്കെ ആലോചനക്കിടയിൽ ശല്യപ്പെടുത്തരുത് ഗുഡ് നൈറ്റ് சரியப்படுத்துறது எளிதாக்கா இதுனா சரி எளிதாக்கா இதுனா. ஸ்டடியில நல்லா இருக்கு. ஓ இப்பெல்லாம் போன்ல பாப்போம்ல டைம் വാച്ചില് വെക്കാറാണ്. ഹാസ്റ്റലാ വീടാ? പാതിരാത്രിയില് ഹോസ്റ്റലിനകത്ത് ഹാസ്റ്റൽ. മാലുവിനെ രാത്രി തന്നെ വന്ന് കാണണമെന്ന് തോന്നി വന്നു പിന്നെ മാലുവിനെ മറക്കാനും വെറുക്കാനും ശ്രമിക്കായിരുന്നു ഇതുവരെ സാധിച്ചില്ല സാധിക്കുമെന്ന് തോന്നില്ല ഇപ്പോഴാ എനിക്ക് ആ സത്യം മനസ്സിലായത് ഞാൻ ശരിക്കും മാലുവിനെ ഇഷ്ടപ്പെട്ടു പോയി ഐ ലവ് യു മാലു ഐ റിയലി ലവ് യു. கனவு மாதிரி இருக்கே. எனக்கு அப்படிதான் தோணுது. இப்பெல்லாம் கான்ஃபிடென்ட்டா அவர் சொல்ல மாட்டாரே, சொல்லிட்டாரோ? മാലുവിനും എന്നെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം മാലുവിൽ നിന്ന് തന്നെ എനിക്കത് കേൾക്കുകയും വേണം രാമഭദ്ര ഇപ്പൊ വേണ്ട നാളെ കാലത്ത് ഞാൻ വരും അപ്പോ ഗുഡ് നൈറ്റ്. ஆஹா ஹேப்பன். ഇൻട്രസ്റ്റിംഗ്. ഹലോ ഇവിടത്തെ താമസമൊക്കെ സുഖാണല്ലോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ വാടാ கோச்சவங்க ஃபேமிலியா இருந்தது. എക്സ്ക്യൂസ് മീ ആ എനിക്ക് മാലുവിനെ ഒന്ന് കാണണം. മാലുനെയോ? അതെ. മാലു പോയല്ലോ. நினைச்சேன். കാലത്തെ വീട്ടിൽ നിന്ന് ആള് വന്ന് കൂട്ടിക്കൊണ്ട് പോയി. എന്താ എന്താ പ്രശ്നം? ഏയ് ഒന്നുമില്ല വരട്ടെ. ഇനി നീയുമായിട്ടുള്ളത് വീട്ടിലും അറിഞ്ഞാണോ? രാമഭദ്ര മാലു മനഃപൂർവ്വം പോയതാ രാമഭദ്രനെ ഇനി കാണാണ്ടിരിക്കാൻ. ഞങ്ങൾ പോലും പുറപ്പെടുമ്പോഴാ അറിഞ്ഞത്. വെളുപ്പിനെ വീട്ടിൽ നിന്ന് കാർ വരുത്തി പോവുകയായിരുന്നു. പിന്നെ രാമഭദ്രനോട് പറയാൻ പറഞ്ഞു ഇനി കാണാൻ ശ്രമിക്കരുതെന്ന്. എങ്കിൽ ഇതൊക്കെ അവൾക്ക് എന്നോട് നേരിട്ട് പറഞ്ഞൂടെ? ഞാൻ പിടിച്ച് വിടുങ്ങോ? ഇതവളെ കാണാതിരിക്കുന്ന പ്രശ്നമില്ല. ആനപ്പാറ പോണെങ്കിൽ അവിടെ പോയി കാണും. ആനപ്പാറയിലോ? എങ്ങനെ പോകുന്ന? നീ വാ. ആക്ച്വലി എന്താ പ്രോബ്ലം? ஷாம்பு ப்ளஸ் கண்டிஷனர் அப்படியே ஆடுறா. நான் தான் யூஸ் பண்றேன் guys. லாக்மி நீ யூஸ் பண்றது ட்ரெஸ்ஸுமே. ஓகே guys, எனக்கு தெரியல. ഇത് മെയിൻ മുടിഞ്ഞത്. നീ ഇവിടെ ഞാൻ പോയേച്ചു വരാം. ഞാൻ കൂടെ വരാം. നീ ഒരു ധൈര്യത്തിന്. എനിക്ക് ധൈര്യക്കുറവൊന്നുമില്ല. എനിക്കുണ്ട്. എനിക്കൂടെ ഒറ്റയ്ക്ക് നിൽക്കാൻ ധൈര്യക്കുറവുണ്ട്. ചാകണമെങ്കിൽ നമുക്ക് ഒരുമിച്ച് ചാകണം. நீ அவங்களுக்கு ஏடா ஒன்னா சாவணும். இல்ல அவர் சாக மாட்டாருன்னு தெரியும், ஆனா இவரு சித்திரவருன்னு தெரியும். அதான் அவங்க கூட சேர்த்து கூட்டு போறாரு. ജനംദിൻ മുറുകെ പിടിച്ചോളൂ. മോളിൽ ചെല്ലുമ്പോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായ വിസിലടിച്ചാൽ മതി. വിസില് അപ്പോ നിന്റെ വീട്ടിൽ അറിയിക്കാം. പോടാ പുല്ലേ போடா புள்ளே. சுறா சீன் மாதிரி இருக்கு. சுறா படத்துல இப்படி வந்து ஏனியர் உள்ள போ. ஓ மை காட் கரெக்ட்டா இங்க இருக்காங்க. நானறத பயந்து கத்திடுவேன். புதிகை എന്താ പേടിച്ചതാ? പോ, ഇറങ്ങി പോ വേഗം. ആദ്യം എന്നെ ഇഷ്ടമാണെന്ന് പറ. അയ്യോ പോകാൻ ഒന്ന് പോകാൻ. ഇഷ്ടമാണെന്ന് പറയാതെ പോകുന്ന പ്രശ്നമില്ല. காரியத்து போறாங்க அங்க ஒரு ஆளுக்காருக்கு ഒരു എനിമി തുപ്പണത് വാങ്ങിട്ട് എന്റെ ആ ചായപ്പിക്കാണ്. ഇനി നേരം വെളുത്താലേ ശരി മാലു അവിടെ വന്ന് എന്നെ ഇഷ്ടമാണെന്ന് പറയാതെ ഞാൻ പോകില്ല. ഓക്കെ? ஆட்டிக்கு டவுட் வரப்போகுது.
അങ്ങോട്ട് എവിടെ പോണു? ഇങ്ങോട്ട്. ഞാൻ അതിനകത്ത് ഇരിക്കാൻ പോവാ. എന്തിന്? അതൊക്കെ വേറെ പ്ലാൻ ഉണ്ട്, നീ വിട്. ഇത് തീക്കളിയാണ്. തീക്കളിയാണ് എനിക്കിഷ്ടം. ഈ കിളിനാ നെരുപ്പോട് വിளையாட்டு. രാമഭദ്ര പറയുന്നത്. ഹലോ. இதுல வேற ஃப்ளைங் கிஸ்ஸா. ஏணிங்கடா. ഏണി എടുങ്ങടാ. ഇതാരായി ചായപ്പ് ഇങ്ങനെ തുറന്നിട്ടത്? എടാ ചക്ക, എന്നെ വിളിച്ചായിരുന്നോ? അതങ്ങോട്ട് പൂട്ടിട്ടാരാ? പോച്ച്. லாக் ஆயிடுது. ബന്ധുക്കോ இந்த சாங் தெரியுமா? ஓகே. ആ പട്ടി അങ്ങോട്ട് അഴിച്ചു വിട്ടേക്ക്. நாய் கட்ட போறாங்களா? சொல்லி முடிச்சு. വല്ലാത്ത കാലം ഒന്നും വിശ്വസിക്കാൻ വയ്യ. ஜெர்மன் ஷெப்பர்ட். நம்மால் ஓடிட்டாரு. எப்பா மாயங்குட்டி. അല്ല, ഇതെന്താ ഈ പട്ടി അവിടെ തന്നെ നോക്കി കുറയ്ക്കുന്നത്? എടാ ഇങ്ങോട്ടൊന്ന് വന്നേടാ. ഈ ചായപ്പിൽ വല്ല കുറുക്കനും കയറി ഒളിച്ചിരിക്കണോ നോക്കിയേ. നീ ഇവിടെ ചെല്ലടാ. സിദിക്ക് വന്നാ ബെറ്ററാ இருக்கும். പട്ടി കിടന്ന് ബഹളം വെക്കണ കണ്ട ഒന്ന് ചെന്ന് നോക്കിയടാ. കുഴപ്പമായതാ. வழக்கம் போல மாயங்குட்டி ஓடிட்டாரு. ஒரு சத்தம் போட்டு ஒன்ன வச்சு எஸ்கேப் பண்ணலாம் கூட. ഇവര് മാട്ടിക്കിട്ടവർ. போச்சு மாயங்குட்டி மாட்டிச்சு. എന്താ ஓகே. அதுக்குள்ள மாலு காப்பாத்தி இருக்க மாலு. மலு கதவு ஐயோ மாட்டி. தூக்கிட்டானுங்கடா. கையோட புடிச்சிட்டானுங்கப்பா. வெளியிலே நின்றுக்கலாம். இவருக்கு தெரிஞ்சு ഫ്രണ്ടിന് சொல்லிரணும். ഞാൻ മായൻകുട്ടിയാണ്, ഇവിടത്തെ മാലുവിന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന മായൻകുട്ടി. മാലുവിന്റെ കയ്യിൽ നിന്ന് ഞാനൊരു പുസ്തകം മേടിക്കാൻ വന്നാണ്. പുസ്തകം മേടിക്കാൻ മധുരഞ്ചാടിയാ പറഞ്ഞത്. അത് രാത്രി ആയതുകൊണ്ട് ആരെയും വിളിച്ച് ശല്യപ്പെടുത്തണ്ടെന്ന് വിചാരിച്ച. അയ്യ, അത് നല്ല വിചാരായി പോയി. ഇവൻ ശരിയല്ല. ഇവന്റെ നല്ല ലക്ഷണമുണ്ട്. ലക്ഷണമല്ല, ജന്മനാ ഉള്ളതാണ്. വീട്ടില് ബാപ്പയ്ക്കും ഉമ്മയ്ക്കും ഒക്കെ ഉണ്ട്. എന്റെ ദൈവമേ, അപ്പൊ കുടുംബടക്കം കള്ളന്മാരാണ്. അവനെ പിടിച്ചു പോലീസിലേപ്പിക്കും. ഹലോ, അതിനുമുമ്പ് നിങ്ങൾ മാലുവിനെ ഒന്ന് വിളിച്ച് ചോദിച്ചു നോക്ക്. എന്നിട്ട് പോലീസിനെയോ പട്ടാളത്തിനോ വിളിച്ചോ. മാലു 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 ഓ ഞാനിപ്പോ വരാം. എന്താ അച്ഛാ? ഇവരെ നീ അറിയൂ? ഇത് മായൻ. എന്റെ ക്ലാസ്സിലെ മായൻകുട്ടിയാ. കണ്ട എല്ലാവർക്കും ഇപ്പൊ എന്നെ വിശ്വാസ. എന്നെ എവരെല്ലാരും കൂടി പിടിച്ചെടുത്തായിരുന്നു മാലു. എന്തിന്? എന്താ എന്താ കാര്യം? എന്താ കാര്യം? ഒന്നുമില്ല, നീ അകത്ത് പോയിക്കോ. പോട്ടെ മായൻകുട്ടി. ശരി മാലു, പോയിക്കോടാ. ഇടാ പോയാൻ புக்கு கேட்க மாட்டாரு. புக்க സിദ്ദിഖ് വരണമേ. ஒரு நினைக்கிறேன். നീ ആരാടാ നോക്കിയത്? ആര് നോക്കി? എവിടെ അവൻ? ആര്? നിന്റെ കൂടെ വന്നവൻ. ആര് വന്നില്ല? വേഗം ഇറങ്ങി വാ. വേഗം ഇറങ്ങി വരാൻ. മാലു അത് പറയാതെ ഞാൻ പോവില്ല. രാമഭദ്രൻ, ഞാൻ പറയണ കേക്ക്. പറ, ഞാൻ പോണോ വേണ്ടേ? ആരെങ്കിലും വരുന്നതിന് മുമ്പ് പോകാൻ. നിന്റെ കൂടെ വന്ന രാമഭദ്രൻ എവിടെയെന്നാ ചോദിച്ചത്? പട്ടി. ഗുഡ് ഫ്രണ്ട്. പറയുന്നുണ്ടോ ഇല്ലയോ? രാമഭദ്ര പ്ലീസ്. വേണ്ട, പറയുന്നില്ലേ വേണ്ട, ഞാൻ ഇതിനകത്ത് ഇരുന്നോളാം. വേണ്ട വേണ്ട വേണ്ട, പറയാം, ഞാൻ പറയാം. അവൻ ചായപ്പിലുണ്ട്. എനിക്ക് രാമഭദ്രന് ഇഷ്ടമാണെന്നല്ല, ജീവനാണ് ജീവൻ. പോരെ. താങ്ക് യു മാലു, താങ്ക് യു വെരി മച്ച്. தேங்க்ஸ் சொல்றேன். லவ்வுக்கு தேங்க் யூ சொல்லி நான் இப்பதான் ஃபர்ஸ்ட் டைம் பாக்குறேன். பிடிக்கும்னு சொன்னா திரும்பி பிடிக்கும்னு சொல்லணும் பாஸ். എന്താടി ഇവിടെ? ഒന്നുമില്ല. കയറി പോകത്ത്. വീട് സമയമില്ല ഏരിയ. നീയൊക്കെ പ്രേമിക്കുകയോ കല്യാണം കഴിക്കുകയോ എന്ത് പണ്ടാരം വേണമെങ്കിലും ആയിക്കോ. അതിന് ഞാൻ എന്തിനാ കണ്ടോന്റെ കിടിയോളാരും പറഞ്ഞു. അപ്പൊ തന്നെ മരത്തിന് വെളിയിൽ താഴോട്ട് കുതിക്കാൻ. ഓഹോ, അതല്ലേ കുഴപ്പം. അബദ്ധത്തിലാണെങ്കിൽ ഞാൻ വീണില്ലായിരുന്നെങ്കിൽ കാണായിരുന്നു. അവരെല്ലാവരും കൂടി നിന്നെ കൊന്ന് കുളിച്ച് മൂടിയാനെ. എടാ മനുഷ്യനായ അല്പമെങ്കിലും നന്ദി വേണോടാ മൃഗമേ. അതല്ലേ എനിക്ക് നിന്നോടും പറയാനുള്ളത്. നീ പറഞ്ഞിട്ടില്ല ഞാൻ അവളെ പ്രേമിച്ചത്. എന്നിട്ട് ആ നന്ദി നിന്നെ കൊണ്ടോ? അയ്യടാ, പിന്നെ നീയല്ലേ ഞങ്ങളെ ഒന്നിപ്പിച്ചത്. അതിന് അപ്പൊ പിരിയാൻ നോക്കണ്ട നിന്റെ കടമയാ. അയ്യോയ്യോ, പിരിയാനും ചുറ്റാനും ഒക്കെ നിന്റെ അച്ഛൻ സമ്മതിച്ചിട്ട് വേണ്ടേ? നിന്റെ വീട്ടിൽ പോയിട്ട് ആ മുറ്റത്ത് പോലും ഒരു പെണ്ണും കാലുകുത്താൻ പാടില്ലെന്ന് ശബ്ദം ചെയ്തിരിക്കില്ല അങ്ങേര്. ഇങ്ങനെ ഉണ്ടോ ഒരച്ഛൻ? അതൊക്കെ നമ്മുടെ വാപ്പ. ഞാൻ ജനിച്ച് 3-ന്റെ 4 ഡിം. ഇതിങ്ങനെ കിടക്കയല്ലേ. എന്നിട്ട് ആഴ്ചയിൽ ഓരോ ശബദവും.
എടാ നിനക്ക് അവളെ കെട്ടണമെന്നുണ്ടെങ്കിൽ ഒറ്റ മാർഗമേ ഉള്ളൂ. എങ്ങനെ നിന്റെ ചേട്ടന്മാരുടെ മനസ്സിളക്കണം, അവർക്കും കൂടി കല്യാണം இந்த கதையை நம்ம കഴിക്കണം. தமிழ்ல பார்த்திருக்கோம்னு. ചേട്ടന്മാരിൽ സന്താനമുള്ള இருப்பாரு. അതില്ല അജിത് ബ്രദർ. അതില്ല. നിന്റെ മനസ്സിൽ വീണിരിക്കുന്ന ഈ തീപ്പൊരി ഇനി അവരുടെ മനസ്സിലേക്ക് ഞാൻ വീഴ്ത്തി തരാടാ. ஏய் தமன்னா போய் கூட்டிட்டு வருவாங்களேடா ஒரு அஜித் மூவி. இது இல்லப்பா, இது மாதிரி 4 பசங்க இருப்பாங்க, എനിക്കൊരു കല്യാണം. எல்லாருமே லவ் பண்ணுவானுங்க. இரு, നിനക്കൊക്കെ എന്താ ഭ്രാന്ത്? அஜித் மூவி தான் பா. இல்ல வேற இருக்கு. വലിയേട്ടൻ അതിന് മാത്രം പ്രായമൊന്നും இந்த ആയിട്ടില്ല. கதவு பிடிச்சி அடிப்பாங்களே. ഇതിനേക്കാളും വയസ്സന്മാര് കല്യാണം കഴിക്കുന്നില്ല ചേട്ടാ. അത് നല്ല കിളി പോലത്തെ. தம்பி மயில் வாங்கணும். இப்ப அது ஒருதான்ப்பா. ആയില്ലെങ്കിൽ நான் சொல்றேன், அப்புறமா പ്രായം சொல்றேன். കഴിഞ്ഞാലും ഇനി ഈ ജന്മത്തിൽ എനിക്കൊരു കല്യാണം വേണ്ട. சாரி, நீங்க கொஞ்சம் ஃபாலோ பண்ணி போய் பாருங்க. ஆல்ரெடி ഒരുങ്ങി കെട്ടി ഇറങ്ങിയവനാ ഞാൻ. അന്ന് ആ കല്യാണം നടക്കാതെ പോയതിൽ എനിക്ക് ദുഃഖമില്ല. അതൊരു ദുരന്തമായിട്ട് ഇന്ന് വരെ തോന്നിയിട്ടുമില്ല. പക്ഷേ അത് നടത്താൻ ശ്രമിച്ചപ്പോൾ ഉണ്ടായ ദുരന്തമുണ്ടല്ലോ, അതെന്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും പോയില്ല. ഇപ്പൊ കല്യാണം എന്ന് കേൾക്കുമ്പോ നമ്മുടെ അമ്മയുടെ പൊതിഞ്ഞു കെട്ടിയ ജഡവും കയ്യാമം വെച്ച് 2 വശത്തും പോലീസുമായിട്ട് അടന്നു പോകുന്ന അച്ഛനുമാണ് മനസ്സിൽ. അതെല്ലാം മറന്നിട്ട് ഇപ്പൊ ഞാൻ കല്യാണം കഴിക്കണം അല്ലേ? അയ്യോ വലിയേട്ടാ, വലിയേട്ടന്റെ മനസ്സ് വിഷമിപ്പിക്കാനല്ല ഞാൻ വന്ന് പറഞ്ഞത്. ഇവന് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടുമല്ല അല്ലേടാ. Doubt നമ്മുടെ வந்துருச்சு. കുടുംബം അന്യം നിന്ന് പോകരുതല്ലോ എന്ന് വിചാരിച്ചാ. പിന്നെ അന്യം നിന്ന് പോവാൻ നമ്മള് സിംഹവാലം കൊടുക്കല്ലേ? പോടാ. അല്ല നീയും പോടാ. കൊല്ലും ഞാൻ. എന്നോട് കല്യാണം കഴിക്കാൻ പറയാൻ നീ ആരടാ? പറയോ? എന്തിനാടാ ദിവസവും ഞാൻ ഹനുമാൻ സേവ നടത്തുന്നത്? മാസത്തിൽ 5 ദിവസം തിരുവല്ലാമല പോയി തപസിരിക്കുന്നു. தெரிஞ்சு இவர் மட்டும் ரிசர்வ் பண்றாரு. ஆமா. അങ്ങനത്തെ ഒരു നിത്യ ബ്രഹ്മയാന്റെ മുഖത്ത് നോക്കി കല്യാണം കഴിക്കാൻ പറഞ്ഞ നിന്നെ കൊല്ലു ഞാൻ. അതോ സമയത്താ കൊല്ലുഞ്ഞ? ഇവനൊന്നും ചെയ്യണ്ട. எனக்கு தெரிஞ்சு யாருமே இல்லப்பா, இவர் ஒருத்தர் தான் லவ் பண்றாரு. ഞാനിവിടെ വെറുതെ വന്നതാ. ഇവന്റെ ക്ലോസ് ഫ്രണ്ട് ഫ്രണ്ട് തെണ്ടി. ഞാനിവനെ Friend തെണ്ടി. വിളിച്ചോട്ട് പോടാ. എടാ വിളിച്ചോട്ട് പോവാൻ. ആഞ്ജനേയ, ഈ ഭക്തനെ കൺട്രോൾ തരില്ലേ? അടുത്തത് இது கொஞ்சம் கள்ள Chance லட்சணம் இருக்கு. இருக்கு. கல்ல லட்சணம் இருக்கு. നിക്കടാ അവിടെ. ഞങ്ങളിപ്പോ കല്യാണം കഴിക്കണം, നിനക്കെന്താ അത്ര നിർബന്ധം? 10 വർഷം മുമ്പ് ഇതും പറഞ്ഞ് ഈ 2 ചേട്ടന്മാരുടെ പിന്നാലെ നടന്നവനാടാ ഞാൻ. അന്ന് അച്ഛൻ പറഞ്ഞ എന്താണെന്നറിയോ? മൂത്തവർക്ക് വേണ്ടാത്ത കല്യാണം നിനക്ക് വേണോടാന്ന്. അന്ന് ഞാനും ഒരു തീരുമാനം എടുത്തു. എനിക്ക് കല്യാണം വേണ്ട. ഈ കുടുംബത്തൊരുത്തരെ കല്യാണം കഴിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അല്ലേട്ടാ. അതെ, നീ ഒന്ന് നീ ഒരുത്തനെ ഇവനെ കൂടെ കൊണ്ടുനടന്ന് വഷളാക്കുന്നത്. മേലാൽ ഇവന്റെ കൂടെ നിന്നെ കണ്ടാൽ കാലിന്റെ ചിരട്ടയും തല്ലി പൊട്ടിക്കും. ഇനി വന്നേ. எல்லா ஐடியாவும் ஜெகதீஷ் தானே கொடுக்குறாரு. அதான் എലിപ്പാഷണോ മേടിച്ച് കുറുക്കി കൊടുക്കണം. 3 ചത്തു തൊലയിട്ട്. എടാ, ചത്തു ഇങ്ങനത്തെ തൊലയിട്ട്. ചേട്ടന്മാര് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിനക്ക് കല്യാണം കഴിക്കാൻ പറ്റുന്ന പ്രശ്നമില്ല. നിന്നെ നല്ല ചിലപ്പോ എന്നെ പോലും കല്യാണം കഴിക്കാൻ സംഭവിച്ചില്ല. അതുകൊണ്ട് നമുക്ക് ഇവിടെ വെച്ച് പിരിയാം. നിനക്ക് നിന്റെ വഴി, എനിക്ക് എന്റെ വഴി. Goodbye. இன்னென்ன வழி போடா. ஓகே, பார்ட் 2 ஸ்டாப் பண்ணிக்கலாம். மீண்டும் பார்ட் 3ல சந்திப்போம். நன்றி, வணக்கம்.